$125 ബില്യൺ കടബാധ്യത ഉണ്ടായിരുന്നിട്ടും പാകിസ്ഥാൻ പ്രതിരോധ ബജറ്റ് 18,000 കോടിയായി ഉയർത്തുന്നു എന്ന വാർത്ത പുറത്തുവന്നിരിക്കുകയാണ്. പാകിസ്ഥാന് എവിടെ നിന്ന് ഈ പണം ലഭിക്കുന്നു? ലോകത്തിന്റെ കണ്ണിൽ പൊടിയിട്ട് പാകിസ്ഥാൻ കണക്ക് കൂട്ടുന്നത് എന്താണ്? സാമ്പത്തിക പ്രതിസന്ധി ഒരു മറയാണോ? നമുക്ക് നോക്കാം വിശദമായി തന്നെ. $124.5 ബില്യൺ വിദേശ കടം, അതായത് രാജ്യത്തിന്റെ GDP-യുടെ 42%. ഗണ്യമായ സാമ്പത്തിക തകർച്ചയുമായിട്ട് പാകിസ്ഥാൻ നെട്ടോട്ടമോടുന്നതാണ് ലോകം കാണുന്നത്. എന്നാൽ ഈ വെല്ലുവിളികൾക്കിടയിലും ഗണ്യമായ ആയുധ ഇറക്കുമതിയിലൂടെയും പ്രത്യേകിച്ച് ചൈനയുമായുള്ള സഹകരണത്തിലൂടെയും രാജ്യം അതിന്റെ സൈനിക ശേഷി ശക്തിപ്പെടുത്തുന്നു എന്നതാണ് ഇപ്പോൾ ലോകത്തെ അന്താളിപ്പിക്കുന്നത്. എന്തുകൊണ്ട് പാകിസ്ഥാൻ ഈ പണം പാവങ്ങളുടെ വയറ് നിറയ്ക്കാൻ, അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കുന്നില്ല എന്ന ചോദ്യം ശക്തമാണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 2019-നും 2023-നും ഇടയിൽ പാകിസ്ഥാന്റെ ആയുധ ഇറക്കുമതിയുടെ 82% ചൈന സംഭാവന ചെയ്തു. ഇത് വർദ്ധിച്ചു വരുന്ന സൈനിക പങ്കാളിത്തത്തെ, ഇരുവരും തമ്മിലുള്ള സൂക്ഷ്മമായ ബന്ധത്തെ എടുത്തു കാണിക്കുന്നു. യുദ്ധവിമാനങ്ങൾ, യുദ്ധക്കപ്പലുകൾ, മിസൈൽ സാങ്കേതികവിദ്യ, ഡ്രോണുകൾ തുടങ്ങിയവ നൽകി പാകിസ്ഥാന്റെ സൈന്യത്തെ ശക്തിപ്പെടുത്തുന്നതിന് ചൈന ശക്തമായിട്ടുള്ള പിന്തുണയാണ് നൽകുന്നത്. ക്വാഡ് 4 ഇന്ത്യ ഉൾപ്പെടെ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സ്വാധീനവും ശക്തിയും ചെറുക്കാനുള്ള ചൈനയുടെ തന്ത്രത്തിന്റെ ഭാഗമാണിത് എന്നുള്ളത് എടുത്തു പറയണം. 2015-ൽ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ പാകിസ്ഥാൻ സന്ദർശന വേളയിൽ ചൈനയുടെ നാവികശേഷി ശക്തിപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാന് വേണ്ടി 8 ഹാങ്ങോർ ക്ലാസ് അന്തർവാഹിനികൾ നിർമ്മിക്കാൻ ചൈനയുമായി നിർണായക കരാർ ഉണ്ടാക്കിയിരുന്നു. മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നതിൽ അന്തർവാഹിനികൾ നിർണായക പങ്കുവഹിക്കുമെന്നതാണ് കണക്കുകൂട്ടൽ. പാകിസ്ഥാൻ ചൈന സൗഹൃദത്തിന് ഇതൊരു പുതിയ മാനവും നൽകും എന്നതാണ് പാകിസ്ഥാൻ നാവികസേന മേധാവി അഡ്മിറൽ നവീദ് അഷ്റഫ് എടുത്തു പറഞ്ഞത്. നമുക്കറിയാം, സൈനിക മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും കഴിഞ്ഞ വർഷത്തെ വിനാശകരമായ വെള്ളപ്പൊക്കത്തിൽ പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. ഇത് GDP വളർച്ചാ പ്രവചനം 5%-ൽ നിന്ന് 0.29% കുറച്ചു. കുതിച്ചുയർന്ന പണപ്പെരുപ്പവും വ്യാപകമായ ദാരിദ്ര്യവും ഉണ്ടായിരുന്നിട്ടും ദേശീയ ബജറ്റ് പ്രതിരോധ ചിലവിൽ 15.4% വർധനവ് കാണിക്കുന്നുണ്ട്. ഇത് 18,000 കോടി പാക് രൂപയിലെത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ ഭക്ഷണവും മരുന്നും പോലുള്ള അടിസ്ഥാന ആവശ്യങ്ങളുടെ ദൗർലഭ്യം റിപ്പോർട്ട് ചെയ്തതോടെ സാമ്പത്തിക പോരാട്ടങ്ങൾ പൊതുജനങ്ങളുടെ അതൃപ്തിക്ക് കാരണമായി എന്നതാണ് മറ്റൊരു വസ്തുത. ദേശീയ ബജറ്റിന്റെ വലിയൊരു ഭാഗം നിയന്ത്രിക്കുകയും വിപുലമായ വരുമാനം ഉണ്ടാക്കുന്ന സംരംഭങ്ങൾ നടത്തുകയും ചെയ്യുന്ന സൈന്യത്തിന് പാകിസ്ഥാനിൽ കാര്യമായ അധികാരമുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. IMF നടത്തുന്നത് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ചർച്ചകൾ സിവിൽ ആവശ്യങ്ങൾക്കായി സൈന്യത്തിന് ആനുപാതികമല്ലാത്ത വിഭവ വിനിയോഗത്തെക്കുറിച്ചുള്ള ധാരണ ശക്തിപ്പെടുത്തുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ യുക്രൈൻ സംഘർഷത്തിൽ പാകിസ്ഥാൻ ഔദ്യോഗിക നിഷ്പക്ഷത പാലിച്ചിട്ടും ഉക്രൈന് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട രഹസ്യ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്നും ചില സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അമേരിക്കൻ സമ്മർദ്ദത്തിന് കീഴിൽ പാകിസ്ഥാൻ രഹസ്യ ഇടപാടുകളിൽ ഏർപ്പെട്ടുവെന്ന് ഈ റിപ്പോർട്ടുകൾ ആരോപിക്കുന്നുണ്ട്. അത് പ്രഖ്യാപിത നിഷ്പക്ഷത ലംഘിക്കുക മാത്രമല്ല, ആയുധ വിൽപ്പനയിൽ നിന്ന് കാര്യമായ ലാഭമുണ്ടാക്കുകയും ചെയ്തു. പാകിസ്ഥാൻ പ്രതിരോധ ബജറ്റ് 2023-ൽ $8.3 ബില്യൺ ആണ്. കൂടാതെ 2024-28 കാലയളവിൽ 2%-ലധികം CAGR രജിസ്റ്റർ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. യുദ്ധവിമാനങ്ങൾ, മിസൈൽ സംവിധാനങ്ങൾ, നാവിക കപ്പലുകൾ എന്നിവയാണ് സംഭരണത്തിന്റെ പ്രധാന മേഖലകൾ. പാകിസ്ഥാന്റെ പ്രതിരോധ ബജറ്റിന്റെ ഭൂരിഭാഗവും പ്രതിരോധ സേവനങ്ങൾക്കായിട്ട് നീക്കിവെച്ചിരിക്കുന്നു. ഇന്ത്യയുമായി പാകിസ്ഥാൻ പരമ്പരാഗതമായി ശത്രുതാപരമായ ബന്ധമാണ് പുലർത്തുന്നത്. അത് ലോകത്തിന് വ്യക്തമാണ്. ഡ്യൂറൻസ് ലൈൻ പ്രദേശത്തെ ചൊല്ലി അഫ്ഗാനിസ്ഥാനുമായി പ്രാദേശിക തർക്കങ്ങളിലും പാകിസ്ഥാൻ ഏർപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാദേശിക മേഖലയിൽ ശക്തമായി നിലയുറപ്പിക്കാൻ പാകിസ്ഥാൻ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കുകയാണെന്നാണ് വിശദീകരണം. തദ്ദേശീയ പ്രതിരോധ വ്യവസായം വികസിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. വരും വർഷങ്ങളിൽ വിപണി വളർച്ചയെ വലിയ രീതിയിൽ ഇത് പിന്തുണയ്ക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും സാമ്പത്തിക പ്രതിസന്ധിയിലും പാകിസ്ഥാൻ അനാവശ്യമായ അല്ലെങ്കിൽ ഇപ്പോൾ ഉചിതമല്ലാത്ത കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്.